എല്ലാവർക്കും ഹാപ്പി ഈദ് മുബാറക്ക്. ഇന്നത്തെ വ്ലോഗിലെ ഈത്തപ്പഴ കുനാഫ സ്റ്റിക്സും ഈത്തപ്പഴ ബോൾസും ആണ് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റിയായ ഈ റെസിപ്പി ഈദിന് നമുക്ക് ഡെസേർട്ടായിട്ട് ഗസ്റ്റുകൾക്ക് കൊടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് 6 ബദവും 6 അണ്ടിപ്പരിപ്പും എടുത്തിട്ടുണ്ട്, 15 ഈത്തപ്പഴവും എടുത്തിട്ടുണ്ട്. ഈ ബദവും നട്ട്സും കൂടെ നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്യുക. ഈത്തപ്പഴം വളരെ അലിഞ്ഞ ഈത്തപ്പഴമാണ് ഞാൻ എടുത്തത്. അരിഞ്ഞ ഈത്തപ്പഴം എടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിൻ്റെ തൊലിയൊന്നും പ്രത്യേകിച്ച് കളയേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ആൽമണ്ടും കട്ട് ചെയ്ത് വെച്ച കാഷ്യും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ സ്റ്റിക്ക് എടുത്ത് ആവശ്യത്തിനുള്ള വലുപ്പത്തിൽ ഞാൻ അടയാളം ഇട്ട് കൊടുത്ത് ശേഷം കട്ട് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് ഇതിന് ആവശ്യത്തിനുള്ള ചെറിയ സ്റ്റിക്കായിട്ട് എടുത്താൽ മതി. പല സൈസിലുള്ള സ്റ്റിക്സുകളും ഇപ്പോൾ എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ്. ഇനി ഇതിൽ നിന്ന് കുറച്ച് ഭാഗം എടുത്ത് സ്റ്റിക്കിൻ്റെ മുഴുവനായിട്ടും കവർ ചെയ്ത് നീളത്തിലുള്ള ഒരു ഷേപ്പാക്കി എടുക്കുക. ഇത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കയ്യിൽ ബട്ടർ ഓയിലോ ഒന്നും തന്നെ പുരട്ടരുത്. കുനാഫ ചുറ്റിയെടുക്കുമ്പോൾ ഇതിലേക്ക് നന്നായിട്ട് പ്രസ് ചെയ്തിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത്. ഈത്തപ്പഴം സ്റ്റിക്കിലെല്ലാം റോൾ ചെയ്തെടുത്തു. ഇനി ഞാൻ കുനാഫ ഡോൻ്റെ പാക്കറ്റ് എടുത്തു. ഇത് ഓൾറെഡി മുന്നേ കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ എങ്ങനെ സൂക്ഷിച്ചെന്ന് വെച്ചാൽ നമ്മൾ പൊട്ടിച്ചെടുത്ത ഭാഗം ഇൻസുലേഷൻ ടേപ്പ് വെച്ച് നന്നായിട്ട് കവർ ചെയ്തിട്ടാണ് പിന്നീട് ഞാനത് ഫ്രീസറിൽ വെച്ചത്. പിന്നെ ആവശ്യത്തിന് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാം. അതിൽ നിന്ന് ആവശ്യത്തിന് കുറച്ച് ഒരു പ്ലേറ്റിലേക്ക് എടുത്തു. ഈ കുനാഫ ഡോ വേറൊരു രീതിയിലും കണ്ടിട്ടുണ്ട്. നമ്മുടെ നോൽപുട്ടിൻ്റെ ആ ഒരു കളറിലും ആ ഒരു ടെക്സ്ചറിലും ആയിട്ട് വേറെ ഒരു കമ്പനി ഇറക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും വാങ്ങാതിരിക്കുക. ഇതുപോലെ കട്ടിയില്ലാത്ത ഒറിജിനൽ കുനാഫ തന്നെ വാങ്ങിക്കുക. നമുക്ക് ആവശ്യ സമയത്ത് എടുക്കുന്നതിൻ്റെ ഒരു 2 മണിക്കൂർ മുന്നായിട്ട് കുനാഫ ഡോൻ്റെ പാക്കറ്റ് പുറത്ത് വെച്ചിരിക്കണം. എങ്കിൽ മാത്രം തണുപ്പൊക്കെ മാറിയിട്ട് ഇതുപോലെ സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഇതുപോലെ മറ്റൊരു ട്രേയിൽ കുറച്ച് വീതി എന്ന് പറഞ്ഞാൽ ഏത് അളവിലാണോ ഈത്തപ്പഴം വീതിയിൽ എടുത്തത് ആ ഒരു വീതിക്ക് കണക്കാക്കിയിട്ട് കുനാഫ ഡോ ഇതുപോലെ പരത്തി വീതിയിൽ വെക്കുക. ഇനി ഇതിനെ കുനാഫയിൽ ചുറ്റിയെടുക്കുക. ഇങ്ങനെ ചുറ്റിയെടുക്കുന്ന സമയത്ത് കുറച്ച് എക്സസ് ആയിട്ടുള്ള ഭാഗം ഉണ്ടെങ്കിൽ അതൊന്ന് ഒഴിവാക്കിയെടുക്കാം. ഈത്തപ്പഴ കുനാഫ സ്റ്റിക്കുകളൊക്കെ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി ഇത് ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി പാൻ ചൂടാക്കി ഇതിലേക്ക് ആവശ്യത്തിന് അൺസാൾട്ടഡ് ബട്ടർ ചേർത്ത് മെൽറ്റാക്കി സ്പാച്ചില വെച്ച് എല്ലായിടത്തേക്കും ആക്കി കൊടുത്തു. ഇനി ഇതിലേക്ക് ഓരോ ഈത്തപ്പഴ കുനാഫ സ്റ്റിക്കുകളും വെച്ചെടുത്ത് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആകുന്ന വിധത്തിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഈ സ്റ്റിക്ക് ചെറുതായിട്ടുള്ള ചൂടുണ്ടാവും, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ബാക്കി പാനിൽ ഇതുപോലെ കരിഞ്ഞ കുനാഫൻ്റെ ഡോകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ക്ലീൻ ആക്കിയിട്ട് വേണം ഇനി അടുത്ത കുനാഫ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ടോട്ടൽ ഈത്തപ്പഴ കുനാഫ സ്റ്റിക്ക് 8 ഈ ഒരു ബാറ്ററി യൂസ് ചെയ്തിട്ട് കിട്ടിയത്. ഇനി ഡേറ്റ്സ് ബോളിന് വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബദാം, പിസ്ത എടുത്തിട്ടുണ്ട്. മുന്തിരി ബ്ലാക്കും ബ്രൗൺ ആണ് ഞാൻ എടുത്തത്. അത് നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. ഇത് ഞാൻ കട്ട് ചെയ്ത് മാറ്റി പാൻ ചൂടാക്കി അതിലേക്ക് ബദാം ഇട്ട് കൊടുത്തു. ഒന്ന് ചൂടായ ശേഷം കാഷ്യും കൂടെ ചേർത്ത് അതും കൂടെ ചൂടായ ശേഷം പിസ്തയും കൂടെ ചേർത്തു. അതും കൂടെ ചൂടായ ശേഷം മറ്റൊരു ബൗളിലേക്ക് ഇതിനെ മാറ്റി. ചൂടാക്കുന്ന സമയത്ത് പാനിൽ ബട്ടർ ഒന്നും ചേർക്കാതെ തന്നെ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് ആവശ്യത്തിന് അലിഞ്ഞ ടൈപ്പിലുള്ള 10 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ചൂടാറിയ ശേഷം ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിനെയും കയ്യിൽ ബട്ടർ ഒന്നും തന്നെ പുരട്ടാതെ ഒരു ബോൾ ഷേപ്പിലാക്കിയെടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബോൾ ഷേപ്പിലാക്കിയെടുക്കാം. ഇതിൻ്റെ മുകൾ ഭാഗം കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലേക്സ് എടുക്കുക. കോൺഫ്ലേക്സിലേക്ക് ഈ ഒരു ബോളിനെ ഇട്ട് കൊടുത്ത ശേഷം എല്ലായിടത്തേക്കും കോൺഫ്ലേക്സ് ആക്കി കൊടുത്ത് കൈക്കൊണ്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ കിട്ടും. ബാക്കിയുള്ളത് ഞാൻ കോൺഫ്ലേക്സ് ഒന്ന് കൈക്കൊണ്ട് ചെറുതായി പൊടിച്ച ശേഷമാണ് ചുറ്റുഭാഗം മുഴുവനും കവർ ചെയ്തത്.
ഫൈനലി ഡേറ്റ്സ് കുനാഫ സ്റ്റിക്സും ഡേറ്റ്സ് ബോളും ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കി. ഈ ഈദ് സ്പെഷ്യൽ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ഈദ് മുബാറക്.